ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ ആശുപത്രിക്ക് MES തിരൂർ യൂണിറ്റിന്റെ കൈത്താങ്ങ്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് MES തിരൂർ യൂണിറ്റ് വാൾ ഫാനുകൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ നഗരസഭ അധ്യക്ഷ AP നസീമ, ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് ഇൻചാർജ് CPA തൽഹത്തിന് ഫാനുകൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സെക്രട്ടറി KK റസാഖ് ഹാജി, നജ്മുദ്ദീൻ കല്ലിങ്ങൽ, സലീം കൈനിക്കര, IHT മുന്താസ്, ഷമീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തിരൂർ ജില്ലാ ഹോസ്പിറ്റലില് ഡയാലിസിസ് യൂണിറ്റിൽ കുറച്ച് രോഗികൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫാനിൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മളെ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ, തിരൂർ നഗരസഭയുടെ ചെയർപേഴ്സണെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് നമ്മളെ MESൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഷാഫി ഹാജി അത് ഏറ്റെടുക്കുകയും അത് നമ്മൾ ഒരു നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനമായി ഇതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ നമ്മളിന്ന് ഇവിടെ കൊടുക്കുകയാണ്. അതിന് ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മൾ തിരൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മൾ അബ്ദുൽ ഖാദർ കൈനിക്കർ, അതുപോലെ തന്നെ നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്നും താങ്ങും തള്ളുമായിട്ടുള്ള നമ്മളെ ചെയർപേഴ്സൺ AP നസീമ മാഡം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഓഫീസറായിട്ടുള്ള നമ്മളെ CPA തൽഹത്ത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നജ്മുദ്ദീൻ കല്ലിങ്ങൽ, സീനിയർ മെമ്പറായിട്ടുള്ള സലീം കൈനിക്കര, അതുപോലെ തന്നെ നമ്മളുടെ ഷമീർ കളത്തിങ്ങിൻ്റെ വൈഫ് മുംതാസ് ഇവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് MES യൂണിറ്റ് നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡ്യൂട്ടി ഇൻചാർജ് ഡയാലിസിസിൻ്റെ തലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഈ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ കഴിഞ്ഞ 60 വർഷത്തോളമായി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ, ഒരു പരിവർത്തനം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് MES. ആ MES ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ട് വളരെ വലിയ പ്രോഗ്രാമുകൾ ഒരു യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ കിറ്റ് വിതരണവും മറ്റുമെല്ലാം നടത്തുന്നുണ്ട്. അതിന് ഭാഗമായാണ് ചെയർപേഴ്സൺ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജിയോട് പറഞ്ഞ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഫാനുകൾ സപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള ചടങ്ങാണ് നടക്കുന്നത്. അതിനെല്ലാം വളരെ ഞങ്ങൾ മെമ്പർമാരും സഹകരിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം പ്രവർത്തനങ്ങളുമായി MES മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു കാര്യം എന്നോട് തൊലഹത്ത് വിളിച്ച് പറഞ്ഞു. ഏതാണ്ട് 4 മണിക്കൂറോളം ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ഇവിടെ ഫാനില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാർ, അതും പ്രയാസം അനുഭവിക്കുന്നവർക്ക് വലിയൊരു പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസാഖാജിക്കാരോടും അതേപോലെ ഷാഫിയാജിനോടും പറയുണ്ടായി. കേട്ട പാടെ അത് ഏറ്റെടുക്കുകയും തൊട്ടടുത്ത പിറ്റേ ദിവസം തന്നെ ഇത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തതിൽ MES സെൻട്രൽ സ്കൂളിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. തീർത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ഇനിയും ഒരുപാട് ചെയ്യാനും MESന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് വളരെ പാവപ്പെട്ടവർക്കുള്ളതാണ്. തീർത്തും ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനിയായ നമ്മുടെ ചെയർപേഴ്സൻ്റെ അവരോടത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുകയും തൽക്ഷണം തന്നെ അതിനൊരു ദ്രുതഗതിയിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്ത ബഹുമാനിയായ ചെയർപേഴ്സണെ ഈ സന്ദർഭത്തിൽ MESന് വേണ്ടി മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശമാണ് ഞങ്ങൾ ഈ ഫാൻ ഇവിടെ നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ സമൂഹത്തിന് മാനവികമായ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിനൊക്കെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും നമ്മുടെ ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ MESനും ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ കോളേജിന് ഒരു അസുലഭ മുഹൂർത്തമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ കോളേജ് പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരാറുണ്ടെങ്കിലും ഇന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് സെൻ്ററിലേക്ക് ഒരു ഫാൻ നൽകുക എന്നത് വളരെയധികം സന്തോഷം. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത വളരെയധികം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും മറ്റുള്ളവർക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു പ്രചോദനമാകുന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സാമ്പത്തിക സഹായത്തിന് എന്നതിലുപരി നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് രോഗികൾ പരിപാലിക്കുക, അതുപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട് പല സാമൂഹ്യ നന്മകളും ചെയ്യുക എന്നതാണ് ഇത്തരം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഭാഗമാകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചെയർപേഴ്സൺ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ രോഗികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം സൂചിപ്പിക്കുകയും ഇതിനു മുമ്പും എല്ലാ വിഷയത്തിലും കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ഇടപെട്ടിട്ടുള്ള ഒരു ചെയർപേഴ്സൺ എന്ന രീതിയിൽ നമ്മുടെ ഒരു ആവശ്യം ഡയാലിസിസ് യൂണിറ്റിൽ 4 മണിക്കൂറോളം രോഗികൾ കിടക്കുമ്പോൾ അവർ വേർത്ത് കുളിച്ച് പ്രയാസം രോഗികൾ പറഞ്ഞപ്പോൾ
അത് അതിൻ്റെതായ ഗൗരവത്തിലെടുക്കുകയും അതിപ്രധാനത്തോടു കൂടി അത് മറ്റുള്ള ആളുകളെ പ്രിയങ്കരനായ KKR പോലുള്ള ആളുകളെ MES-നെ അറിയിക്കുകയും MES അത് അതിനേക്കാൾ ദ്രുതഗതിയിൽ വേഗത്തിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നടപ്പിൽ വരുത്തുകയും ഏറ്റെടുക്കാം എന്ന് പറയുന്നതിനേക്കാൾ വേഗത്തിൽ അത് നടപ്പിലാക്കി ഇവിടെ എത്തിക്കുകയും ചെയ്ത MES-നെയും കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ചെയർപേഴ്സൺ എല്ലാവരോടും തിരൂർ ജില്ലാ ആശുപത്രിക്കും ഡയാലിസിസ് യൂണിറ്റിനെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു ഭയങ്കര ഒരു മുഹൂർത്തമാണ്. വളരെ ചെറിയ കാര്യമെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം രോഗികളുടെ വലിയൊരു പ്രയാസങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഒരു ഇതുവരെ ഉണ്ടാകുന്നത്. ഈ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ MES-നും ചെയർപേഴ്സണും മറ്റിതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും തിരൂർ ജില്ലാ ആശുപത്രിയുടെ IHT കമ്പ്യൂട്ടർ കോളേജിനും ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കം എല്ലാവർക്കും ഇത് നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.